Hello friends, welcome to the English class again. DS, നമുക്കറിയാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയ ഒരു പോയാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ നമ്മൾ 4 സ്റ്റാൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമ്മൾ 5 മുതൽ 10 സ്റ്റാൻസ് വരെ 10ാമത്തെ സ്റ്റാൻസ് വരെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ let us move on. We have discussed the first 4 stanzas of the poem. ചർച്ച ചെയ്തല്ലോ, ഓർമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. ഇതിൻ്റെ പോയത്തിൻ്റെ പേര് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ എന്നാണ്. ഹു ഈസ് ദ പോയറ്റ്? പോയറ്റാരാണ്? W.B. Yeats ആണ്. എന്തിനെ കുറിച്ചായിരുന്നത്? ഇത് വീണ്ടും കാണിക്കട്ടെ, തീം പഠിക്കാനാണ്. The poem is an affirmation of a loving kind God who showers his benevolence on all his creations. It declares God is mercy, pity and love. God intervenes in the life of the priest at a time of immense need. നമ്മൾ ചർച്ച ചെയ്തത് വീണ്ടും ഞാൻ പറയുന്നില്ല, എൻ്റെ തീമാണ് നമുക്കറിയാത്. ഓക്കെ, what the poor man sent for? Why the poor man sent for him? എന്തിനായിരിക്കും ആ poor man ഇയാൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും, നമുക്കറിയാലോ. Did he go there? എന്നിട്ട് അദ്ദേഹം പോയോ? എന്താ ഉണ്ടായിട്ടുണ്ടാവുക? വൈ? പോയാലും പോയിട്ടില്ല, എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താ? പോയിട്ടുണ്ടെങ്കിലും പോയിട്ട് എന്താ അതിൻ്റെ കാരണം എന്താണ്? നൗ വി നോ, നമ്മളിതിൽ ചർച്ച ചെയ്ത് നമ്മൾ മനസ്സിലുണ്ട്, ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, നമുക്കറിയുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് നേരത്തെ കണ്ടതുകൊണ്ട് പറയുന്നില്ല, നന്നായിട്ട് പഠിക്കണം. ആയിക്കോട്ടെ, അത് പോയല്ലേ നമുക്കറിയില്ല, നമുക്ക് നോക്കാം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. റെഡിയല്ലേ? ഈ ചിത്രം നോക്കൂ നിങ്ങൾ. What is he doing? What do you see there? What is he doing? Could he go to the poor man's house? പോകാൻ കഴിഞ്ഞോ അദ്ദേഹത്തിന്? When did he rise? എപ്പോഴായിരിക്കും അദ്ദേഹം ഉണർന്നിട്ടുണ്ടാവുക? What did he do then? എന്തായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക? Let us read the remaining stanzas. അതായത് ബാക്കിയുള്ള ഫുള്ളല്ല, 5 മുതൽ 10 വരെയുള്ള സ്റ്റാൻസ് നമുക്കത് വായിച്ചു നോക്കാം, എന്താ ഉണ്ടായത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? യെസ്, ഓക്കെ. റീഡ്, കൂടെ വായിക്കണേ. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind upon the time of sparrow chirp. When the moths came once more, the old priest Peter Gilligan stood upright on the floor. Maron, Maron, the man has died while I slept in the chair. He roused his horse out of his sleep and rode it with little care. He rode now as he never rode, but by rocky lane and fen. The sick man's wife opened the door. Father, you come again? And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief swayed to and fro. When you are gone, he turned and died as merry as a bird. The old priest Peter Gilligan, he knelt him at that word. ക്ലിയർ ആണല്ലോ മക്കളെ? വായിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കുറേ ചോദ്യങ്ങൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നേരത്തെ ഞാൻ ചോദിച്ചാൽ പോയോ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പോവാന്നത്, എന്താ ഉണ്ടായത്, അതിൻ്റെ കുറേ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. റെഡിയല്ലേ? ഇതൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. വാട്ട് ഡസ് ദേ സ്റ്റാൻഡ് ഫോർ? ഇവിടെ നമ്മൾ ദേ ഗ്രൂ, ദേ ഇൻറ്റു മില്യൻസ് ഗ്രൂ എന്ന് പറയുന്നുണ്ട്. അത് ആ ദേ എന്താണ്? ഇത് ഉത്തരം എല്ലാം പറയട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദ്യങ്ങൾ തരുന്നത്. പിക്ക് ഔട്ട് ദ ലൈൻ that evokes an image of a mother covering a baby with a blanket and lulls. ഒരു അമ്മ, ഒരു ഉമ്മ ഒരു കുട്ടിയെ പിന്നെ പുതപ്പ് കൊണ്ട് മൂടി അല്ലെങ്കിൽ പുതച്ച് കൊടുത്തിട്ട് നന്നായി താരാട്ട് പാടുന്ന ഒരു പിക്ചർ നമ്മൾ മനസ്സിൽ കൊണ്ടിരുന്ന വരി ഏതാണ്? ഹു ഇസ് ദ മാൻ റെഫേർഡ് ഹിയർ? ആരെ പറ്റിയാണ് ഇവിടെ ദ മാൻ എന്ന് പറഞ്ഞത്? കുഡ് ഹി ഗോ ടു ദ poor man's house? ആ poor man's ഹൗസിലേക്ക് അദ്ദേഹം പോയോ? When did he rise? എപ്പോഴാണ് അദ്ദേഹം ഉണർന്നത്? What did he do then? എന്താ ഉണർന്നപ്പോൾ അദ്ദേഹം ചെയ്തത്? Did the man die before he had reached? അയാൾ എത്തുന്നതിന് മുമ്പ്, പ്രീസ്റ്റ് എത്തുന്നതിന് മുമ്പ് അയാൾ മരിച്ചോ? He knelt him at that word. അത് കേട്ടപ്പോൾ അദ്ദേഹം മുട്ട് കുത്തിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഉത്തരം നമുക്കറിയാം. നിങ്ങൾ മുമ്പിൽ ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ നോക്കുമല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർസാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നത്. അതിൽ നമുക്കറിയാം മാൻ ഗോഡ് എന്ത് ചെയ്തു? കവേർഡ് ദ ഹോൾ വേൾഡ് വിത്ത് ഷെയ്ഡ് എന്ന് വരുന്നൊരു ഭാഗം, വിസ്പർ ടു മാൻ കൈൻഡ് എന്ന് പറയുന്ന വരികളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്. ഹുസ് ദ മാൻ റെഫർ? ദ മാൻ ആരാ? പോ മാനാണ്, നമുക്കറിയാലോ. അയാൾ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ആളയച്ച ആളാണ്. അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു? നോ.
When did he rise? എപ്പോഴാണ് അദ്ദേഹം ഉണർന്നത്? നെക്സ്റ്റ് മോർണിംഗ് ആണ്. What did he do then? അദ്ദേഹം എന്താ ചെയ്തത്? He rose his horse and started to the poor man's house. നമുക്കറിയാത്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് he started for poor man's house. അറിയാലോ. അടുത്തത് പിന്നെ did the man die before he had reached? അദ്ദേഹത്തിന് മുമ്പ് മരിച്ചോ? യെസ്, അതിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പിന്നെ മുട്ടുകുത്താൻ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംതിങ് ഹാഡ് ഹാപ്പൻഡ്, എന്തോടെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓർ സമ്മൺ ഹാസ് സേവ്ഡ് ദ പുവർ മാൻ ആൻഡ് ദ പ്രീസ്റ്റ്, രണ്ടാളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അടുത്ത അതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഡിയേഴ്സ്, നൗ കുറേ ആശയങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടി. നമുക്കൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം നിങ്ങൾ ചെയ്യേണ്ടത്? നമുക്ക് ആ സ്റ്റാൻസുകൾ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാം, വായിച്ച് നോക്കാം. പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. സൈലൻ്റ് ആയിട്ടാണ് വായിക്കേണ്ടത് കേട്ടോ. ഓക്കെ, റീഡ് ഓൺ. Okay, now let us try to answer the scaffolding questions. There are 5 questions from that part. 5 ചോദ്യങ്ങളുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്കറിയുന്നതാണ്. വാട്ട് ഈസ് മെൻഡ് ബൈ അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചെപ്പ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദ ലൈൻ ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ ഇൻഡിക്കേറ്റ്, എന്താണ് ആ ലൈൻ കാണിക്കുന്നത് എന്നാണ്. ലൈന് ആ ഒരു പിന്നെ എക്സ്പ്രഷൻ എന്താ കാണിക്കുന്നതെന്നാണ്. വൈ ഇസ് ദ സിക്ക് മാൻസ് വൈഫ് സർപ്രൈസ് ടു സീ ഫാദർ ഗില്ലിഗൻ, ഫാദർ ഗില്ലിഗനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഭാര്യ അത്ഭുതപ്പെട്ടത്? വൈ വാസ് ദ പ്രീസ്റ്റ് ഓവർകം വിത്ത് ഗ്രീഫ് അറ്റ് ദ വേർഡ്സ് ഓഫ് ദ വിഡോ, പിന്നെ വിധവയുടെ വാക്ക് കേട്ടപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങേയറ്റം സങ്കടപ്പെട്ടത് എന്നാണ്. ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വേർഡ്, എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കാരണം? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ലെറ്റ് us see the sample answers. അത് ചെയ്യാത്തോലെ എഴുതിയതിന് ശേഷം അത് പോസ് ചെയ്ത് എഴുതിയതിന് ശേഷമേ കാണാവൂ കേട്ടോ. സ്പാരോ ചേപ്പ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ്. പിന്നെ എന്തോ ഈ ലിറ്റിൽ കെയർ ഇപ്പോൾ ശ്രദ്ധിക്കാതെ അദ്ദേഹം യാത്ര ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഹി ഫിയർഡ് ദാറ്റ് വൺ ഓഫ് ഹിസ് പാരിഷനേഴ്സ് വിൽ ബി ഡാംഡ് ബിക്കോസ് ഓഫ് ഹിസ് ഷ്രിങ്കിങ് ഓഫ് ഹിസ് അപ്പോയിൻറ്റഡ് ടാസ്ക്. അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി ചെയ്യാത്തതുകൊണ്ട് ഒരാൾ എന്ത് നരകത്തിലേക്ക് പോകുന്നു അദ്ദേഹം പേടിച്ചതുകൊണ്ടാണ്. സോ ഹി വാസ് ടു ഈഗർ ടു റീച്ച് ദ ഹൗസ് ഓഫ് സിക്ക് മാൻ, അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താൻ അദ്ദേഹത്തിന് വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഹി റോഡ് റെക്ലെസ്ലി, ഒന്നും മുമ്പ് പിന്നോക്കാതെ എന്ന് പറഞ്ഞാൽ അത്രയും അശ്രദ്ധമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒന്നും അദ്ദേഹത്തിൻ്റെ പോലും സുരക്ഷിതത്വം നോക്കാതെ അദ്ദേഹം എന്ത് ചെയ്ത് ഓടിച്ചു പോയത് എന്നാണ്. റെഡിയല്ല, റെക്ലെസ്ലി ടു ഹിസ് ഹൗസ് വിതൗട്ട് കെയറിങ് ഹിസ് ഓൺ സേഫ്റ്റി. അറിയാലോ. ഇനി എന്തുകൊണ്ടാണ് വൈസ് sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ്? Her husband had received the last sacrament or communion from the priest and he had passed away happily, but the priest had come again. ക്ലിയർ ആണല്ലോ. എന്താ സംഭവിച്ചെന്നുള്ളത് നാടോടിക്കഥയാണ്, നമുക്കറിയാലോ. എന്നാൽ നമുക്കറിയില്ല, അത് വരുന്നുണ്ട്. നമ്മൾ ഗസ് ചെയ്താണ്ട് ഒരു കാര്യം അടുത്ത ഭാഗത്ത് നമ്മൾ വരും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഭാര്യനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലാസ്റ്റ് പിന്നെ സാക്രമെൻ്റലി ലാസ്റ്റ് കമ്മ്യൂണിയൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഭർത്താവിന് കിട്ടിയിട്ടുണ്ട്. അത് പ്രീസ്റ്റാണ് ചെയ്തത്. പിന്നെയും പ്രീസ്റ്റ് വന്നപ്പോഴാണ് അവർക്ക് അത്ഭുതം തോന്നിയത്. റെഡിയല്ലേ? വൈ വാസ് ദ പ്രീസ്റ്റ് ഓവർകം വിത്ത്, എന്തുകൊണ്ടാണ് സങ്കടം ഉണ്ടായത് എന്നാണ്. ദ പ്രീസ്റ്റ് വാസ് സോ ഹാർഡ് ബർക്കൻ ഫോർ ഫെയിലിംഗ് ഇൻ ഹിസ് റിലീജിയസ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു സിക്ക് മാൻ. അദ്ദേഹത്തിന് ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മതപരമായ ബാധ്യതയായിരുന്നു. അതിൽ എന്ത് ചെയ്തുകൊണ്ടാണ് പരാജയപ്പെട്ട് അദ്ദേഹം ആകെ വല്ലാതെ തകർന്നു പോയി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അദ്ദേഹം എന്ത് ചെയ്ത് അങ്ങേയറ്റം സങ്കടപ്പെട്ടത്. ഈ നെൽറ്റി മറ്റ് ദാറ്റ് വേർഡ്, അത് കേട്ടപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണെന്നാണ്. എന്തുകൊണ്ട്? ദ വിഡോസ് വേർഡ്സ് മെയ്ഡ് ഫാദർ ഗിൽഗൻ റിയലൈസ് ദ ഗോഡ് ഹാഡ് എക്സ്റ്റെൻഡഡ് ഹിസ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹിം. അതായത് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു സഹായം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം വിനയത്തോട് കൂടിയിട്ട് എന്ത് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഈ അറ്റത്ത് അതിൻ്റെ ആ മൂന്നാമത്തെ സ്റ്റാൻസയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കും. മൂന്നാമത്തെ നാലാമത്തെ സ്റ്റാൻസുകളിലായിട്ട് അവിടെ നമുക്കറിയാം അത് റെപ്പൻറ്റൻസിൻ്റെ ഒരു പ്രാർത്ഥന അറിയാലോ. അതായത് പിന്നെ റിഗ്രറ്റ്, അതൊരു എന്താ പറയുക, അത് ഒരു പിന്നെ പ്രായച്ചിത്തനിലില്ല, നമ്മൾ അദ്ദേഹം പറഞ്ഞ് തെറ്റായിപ്പോയെന്ന രീതിയിലാണ്. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക. റെഡിയല്ലേ? നൗ ഡിയേഴ്സ്, ലെറ്റ് us discuss the poem in detail. നമുക്ക് സ്റ്റാൻസ വൈസ് ലൈൻ വൈസ് ഒക്കെ കാണാം, ശ്രദ്ധിക്കണേ. They slowly into millions grew
and leaves shook in the wind, and God covered the world with shade and whispered to mankind. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. രണ്ട് വാക്കുകൾ നോക്കണേ. എന്താണ് മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇത്രയാണ്. 1-ന് 6 പൂജ്യം ഇട്ടാലാണ് മില്യൺ ആവുക എന്ന് പറഞ്ഞാൽ 5 പൂജ്യം ഇടുമ്പോൾ ലാക്കാണ്. 10 ലാക്കാണ് യഥാർത്ഥത്തിൽ ഏത് മില്യൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വെരി ലാർജ് ഇൻഡിഫിനിറ്റ് ലെവൽ, ആയിരക്കണക്കിനുള്ള സെൻസ് പറഞ്ഞതിൻ്റെ അർത്ഥം എണ്ണാൻ തീരാത്തതിൽ മനസ്സിലാക്കാൻ പറ്റും അത്ര എണ്ണം എന്നേ അതിനർത്ഥമുള്ളൂ. വിസ്പർ എന്ന് പറഞ്ഞാൽ സ്പീക്ക് സോഫ്റ്റ്ലി ഇൻ എ ലോ വോയിസ്, വളരെ പതുക്കെ മന്ത്രിക്കുന്നതിനാണ് വിസ്പർ എന്ന് പറയും. ബാക്കി വാക്കുകളൊക്കെ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞു നോക്കൂ. ദേ സ്ലോലി ഇൻ ടു മില്യൺസ് ഗ്രൂ ദ സ്റ്റാർസ്. മുകളിൽ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ട്, അവർ പീപ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയത് നമ്മൾ. ദ സ്റ്റാർസ് സ്ലോലി grew into millions. അത് ആയിരക്കണക്കായിട്ട് എന്ത് ചെയ്തു? എണ്ണിയ തീരാത്ത അത്രയായിട്ട് എന്ത് ചെയ്തു? വളരെയധികം എണ്ണായിട്ട് അത് എന്ത് ചെയ്തു? അവ വളർന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പിന്നെ അത് എന്ത് ചെയ്തു? കണ്ടമാനം എണ്ണായിട്ട് വളർന്നു എന്നർത്ഥം. ദർവർ മെനി 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 സ്റ്റാർസ്, കണ്ടമാനം എണ്ണായിട്ട് മാറി. റെഡി അല്ലേ? സ്റ്റാർസ് ഇൻ ലാർജ് നമ്പർ എന്നാണ്. റെഡി അല്ലേ? And leaves shook in the wind. In the wind the leaves began to shook. അതെന്ത് ചെയ്യാൻ തുടങ്ങി? began to shake. എന്ത് ചെയ്യാൻ തുടങ്ങിയ? ഇളകാൻ തുടങ്ങി. റെഡി അല്ലേ? അതിങ്ങനെ ഇളകാൻ തുടങ്ങി. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. പടച്ചോന് എന്ത് ചെയ്തു? ഭൂമി അല്ലെങ്കിൽ ലോകത്തെ മൊത്തത്തിൽ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാർക്ക്നെസ് എന്ന അർത്ഥം, ഇരുട്ട് കൊണ്ട് അണ്ട് പൊതച്ചു. ആൻഡ് വിസ്പേർഡ് ടു മാൻ കൈൻഡ്. ആരോട്? മനുഷ്യരോടൊക്കെ, മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാ ഓരോരുത്തരോടും അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രിച്ചു. ദൈവം എന്ത് ചെയ്തു? മന്ത്രിച്ചു എന്നാണ്. നല്ല വരികയാണ് കേട്ടോ മക്കളെയൊക്കെ, നല്ലോണം ശ്രദ്ധിക്കണേ. എന്താ വന്നു നമ്മൾ നേരെ ഭാഷയെ പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ദ സ്റ്റാർസ് ഗ്രൂ സ്ലോലി ഇൻ ടു മില്യൺസ്, ലാർജ് നമ്പേഴ്സ്, ആൻഡ് ദ ലീവ്സ് ബിഗാൻ ടു ഷേക്ക് ഓർ ദ ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ്. റെഡിയല്ലേ? നക്ഷത്രങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അവസ്ഥയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ രാത്രി എന്ത് ചെയ്തു എന്ന് അതിൻ്റെ അർത്ഥം കൂടുതൽ വളർന്നു എന്നേ അർത്ഥമുള്ളൂ. രാത്രി കൂടുതൽ മുന്നോട്ട് പോയി കാറ്റടിച്ചപ്പോൾ ആ കാറ്റിൽ ഇലകൾ ഇങ്ങനെ എന്ത് ചെയ്തു? ഇളകി എന്ന അർത്ഥം. സംശയമൊന്നുമില്ലല്ലോ. ഇനി ആൻഡ് ഗോഡ് കവേർഡ് എന്താ അടുത്തതിൻ്റെ ആശയം? എന്താ? ദൈവം ലോകത്തെ മുഴുവൻ ഇരുട്ടുകൊണ്ട് മൂടിയിട്ട് അതിലെ മനുഷ്യരോട് എന്ത് ചെയ്തു? മന്ത്രിച്ചു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു മാതാവ് ഒരു കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്ന ആ ഒരു പിക്ചറാണ് നമ്മളെ മനസ്സ് വരിക. അതിലൊക്കെ നമ്മൾ കാണേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചോനാണ് എന്നൊരു സെൻസാണ്. നല്ലൊരു ആശയമാണ്. അതൊക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ദ ടൈം ഓഫ് സ്പാരോ ചേർപ്പ് വെൻ ദ മോത്ത് കെയിം വൺസ് മോർ. നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി സമയം മാറി. നമ്മൾ നേരത്തെ ദ സ്ലോലി ഇൻ ടു മില്യൺസ് ഗ്രൂ നൈറ്റ് കുറച്ച് മുന്നോട്ട് പോയിന്ന് കാണിക്കാനാണ് അത് ഉപയോഗിച്ച്. ബിഗാൻ ടു പീപ്പ് എന്ന സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് പറഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞുള്ളത് കാണിക്കാനൊക്കെ നമ്മൾ ഏതിലാണ് അവിടെയൊക്കെ പറയുന്നത്? പ്രകൃതിയിലെ മാറ്റങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ ദ ടൈം ഓഫ് സ്പാരോ ചെപ്പ്. എന്തിൻ്റെ സമയമായപ്പോൾ? കുരുവികൾ ചിലക്കുന്ന സമയമായപ്പോൾ അവരെ സൗണ്ട് ഉണ്ടാകുന്ന സമയം. അതെപ്പോഴാണ്? രാവിലെയാണത്. ഒന്നുകൂടി പറയുന്നുണ്ട്. വെൻ ദ മോത്ത് കെയിം വൺസ് അഗെയിൻ. മോത്ത് വീണ്ടും വന്നപ്പോൾ. മോത്ത് വൈകുന്നേരം വരും, എപ്പോഴും വരും, രാവിലെയും വരും. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? രാവിലെയാണ്, ഏർലി മോർണിംഗ് ആണ്. ദാറ്റ് മീൻസ് ദ നെക്സ്റ്റ് മോർണിംഗ് ഓർ ഏർലി മോർണിംഗ് ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിൽഗൻ സ്റ്റുഡ് അപ്പ് റൈറ്റ് ഓൺ ദ ഫ്ലോർ. അദ്ദേഹം ഉണർന്ന് എണീറ്റ് നിന്നു എന്ന അർത്ഥം. ക്ലിയർ അല്ലേ? ഒന്നും കൂടി. പിന്നെ കുരുവികൾ എന്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയമായപ്പം വീണ്ടും ശലഭങ്ങൾ വന്നപ്പോൾ, നിശാശലഭങ്ങൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആയപ്പോഴതിനർത്ഥമുള്ളൂ. അതുവരെ ഉറങ്ങിയായിരുന്ന പീറ്റർ പിന്നെ ഗില്ലിഗൺ എന്ത് ചെയ്തു? എണീറ്റ് നിന്നു എന്ന അർത്ഥം. ക്ലിയർ അല്ലേ? അദ്ദേഹം ഉണർന്നു, അത്ര അർത്ഥമുള്ളൂ. ക്ലിയർ ആണല്ലോ? നോ, അതിൻ്റെ പാരഫ്രൈസിങ് ആണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഇത് എഴുതിയെടുക്കണം കേട്ടോ. അത് എഴുതിയെടുക്കണം. സ്റ്റാർ ഇട്ടിട്ടുണ്ട്, എഴുതിയെടുക്കണേ. ഗ്രാജുവലി ദ സ്റ്റാർസ് ഗ്രൂ ഇൻ ടു മില്യൺസ്. The wind began to blow and with its leaves on the trees began to shake. God covered the world with the darkness of night and began to communicate with the sleeping mankind. The line evoked an image of a mother covering a baby with a blanket and lulls. It was morning once again. രണ്ടാമത്തെ സ്റ്റാൻസിൻ്റെ പാരഫ്രൈസിംഗ് ആണ്. The sparrows started chirping. Moths appeared again. Father Gilligan rose from his sleep and stood straight on the floor. വളരെ സിമ്പിളാണ് മക്കളെ, ഈസി അല്ലേ? നല്ല എളുപ്പമാണ്. ബallad ആയതുകൊണ്ട് തന്നെ വലിയ കട്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. നോ
ഇനി ഒരു ചെറിയൊരു വിശദീകരണം അത് എഴുതിയിരിക്കൊന്നും വേണ്ട, മനസ്സിലാക്കിയാൽ മതി. ഹിയർ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ഗ്രാജുവൽ ഡിസെൻഡ് ഓഫ് നൈറ്റ്. രാത്രി ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കൂടുതൽ രാത്രിയെ മാറുന്നതാണ്. ദ സ്റ്റാർസ് അപ്പിയർഡ് വൺ ബൈ വൺ, ആദ്യം പീപ്പ് ഔട്ട് ചെയ്യുക ചെയ്യണം, അറിയാലോ. ആൻഡ് ഗ്രാജുവലി ഗ്രൂ ഇൻ ടു ലാർജ് നമ്പർ ആൻഡ് ദ ലീവ്സ് ഓഫ് ദ ട്രീസ് throbbed in the evening breeze. ആർക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. പിന്നെ അതിങ്ങനെ വളർന്ന് എണ്ണമറ്റതായി മാത്രമല്ല എന്ത് ചെയ്യാൻ തുടങ്ങി, ഇലകളുടെ പിന്നെ മരങ്ങളെ ഇലകൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ തുള്ളാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്തായി അതിൻ്റെ അർത്ഥമാ, അതിങ്ങനെ പിന്നെ ഇളകാൻ തുടങ്ങിയപ്പോൾ സൗണ്ട് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഹിയർ ഗോഡ് ഈസ് കമ്പയർഡ് ടു എ ടെൻഡർ ലവിങ് മദർ പുട്ടിങ് ഹെർ ചൈൽഡ് ടു സ്ലീപ്. നേരത്തെ പറയുന്ന ക്ലിയർ ആണല്ലോ. കവറിങ് ദ ചൈൽഡ് വിത്ത് ബ്ലാങ്കറ്റ് ആൻഡ് സിങ്സ് ഓഫ് ലലാബി ടു ഇറ്റ്. അതായത് ആ ഒരു പ്രകൃതിയിലെ സൗണ്ടുകൾ, രാത്രിയിലെ അലൻ്റെ സൗണ്ടൊക്കെ പഠിച്ചോ നമ്മൾ താരാട്ട് പാടുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. റെഡിയല്ലേ? ലലാബി താരാട്ടാണ്, നമുക്കറിയാം അതൊക്കെ. സിമിലർലി ദ ലവിങ് ഗോഡ് ബ്രിങ്സ് റിലീഫ് ടു ദ ടോയിലിംഗ് ഹ്യൂമാനിറ്റി. പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസം കൊണ്ടുവരികയാണ്. എങ്ങനെ? ബൈ കവറിങ് ദ എർത്ത് വിത്ത് കംഫർട്ടിങ് ഡാർക്ക്നെസ് ഓഫ് നൈറ്റ്. റെഡിയല്ലേ? മനസ്സിലായിട്ടുണ്ടാകും. രാത്രിയുടെ ഇരുട്ട്, പിന്നെ സുഖകരമായ രാത്രിയുടെ ഇരുട്ടിന് കൊണ്ട് കവർ ചെയ്തിട്ട്. എന്ന് മാത്രമല്ല ചെയ്യുന്നത്, ബ്ലെസ്സിങ് ദ ട്രബിൾഡ് സോൾസ് വിത്ത് ബാം ഓഫ് സൂത്തിങ് സ്ലീപ്പ്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത്. പ്രയാസപ്പെടുന്ന ആത്മാക്കൾക്കൊക്കെ വളരെ എന്തിൻ്റെ സുഖപ്പെടുത്തുന്ന ആശ്വാസം നൽകുന്ന ഉറക്കത്തിൻ്റെ ബാമ് കൊണ്ട് എന്ത് ചെയ്യാണ്? അനുഗ്രഹിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ശാരീരിക മാനസികമാവട്ടെ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റാൽ നമുക്ക് നല്ലൊരു സമാധാനം ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ് എൻ്റെ ആശയത എഴുതേണ്ട, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? നൗ ഡേയ്സ് ഇത് നമ്മൾ എഴുതേണ്ടതാണ്. സ്പാരോ ചേപ്പ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ്. ആൻഡ് ഗോഡ് കവേർഡ് വിത്ത് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് ആൻഡ് വിസ്പേർ ടു മാൻകൈൻഡ് എന്നതിൻ്റെ ആശയം എന്താണ്? ഈ ഒരു ഇമേജാണ് അത് ഉണ്ടാക്കുന്നത്, നമുക്കറിയാം. നെക്സ്റ്റ് വൺ ഈസ് ഇതിൽ അലിട്രേഷൻ വേൾഡ് വിത്ത് മോത്ത്സ് മോർ പ്രീസ്റ്റ് പീറ്റർ. അസറൻസ് ആണ് പ്രീസ്റ്റ് പീറ്റർ. അത് പീ അങ്ങനെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന തലക്കല്ല റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അസണൻസ് എന്ന് പറയാം. വിഷ്വൽ ഇമേജ് ആൻഡ് സ്ലോലി ഇൻ ടു മില്യൺ ഗ്രൂ. കാണാൻ പറ്റിയതാണ് നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുന്നത്. മോസ്റ്റ് കെയിം വൺസ് മോർ, അതും കാണാൻ പറ്റിയതാണ്, അതും വിഷ്വൽ ഇമേജാണ്. അതൊക്കെ എഴുതിയെടുക്കേണ്ടതാണ്. ഓഡിറ്ററി ഇമേജ് ആണ് ഏത്? ഒരു ഇമേജ് മതി കേട്ടോ. ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ്, ശബ്ദം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ പിന്നെ വിസ്പേർഡ് ടു മാൻ കൈൻഡ്, മന്ത്രിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. സ്പാരോ ചേപ്പും അതുപോലെ തന്നെ പക്ഷിയുടെ ചിലക്കലാണ്, അതും സൗണ്ട് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണേ, എഴുതിയെടുക്കണം കേട്ടോ. എന്തൊക്കെ നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ കണ്ടത്? 2 എക്സ്പ്രഷനാണ്, അതിൻ്റെ പ്രാധാന്യമാണ്. അലിട്രേഷൻ കണ്ടു, അസണൻസ് കണ്ടു, വിഷ്വൽ ഇമേജുകൾ കണ്ടു, ഓഡിറ്ററി ഇമേജുകൾ കണ്ടു. റൈമിംഗ് വേർഡ്സ് ആണ് വിൻഡ്, മാൻകൈൻഡ്, മോർ, ഫ്ലോർ. നമുക്കറിയുന്നതാണ്. എല്ലാത്തിലും സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആണ് റൈം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൈം സ്കീം എന്തായിരിക്കും? ABCB ആയിരിക്കും. ഇതൊക്കെ എഴുതിയെടുക്കണം. സിമ്പിളാണ്, കുറച്ച് എഴുതാനേ ഉള്ളൂ, ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ അല്ലേ? നൗ ഡിയേഴ്സ്, നെക്സ്റ്റ് സ്റ്റാൻസാസ് ആണ്. മവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ്. നമുക്ക് കാണാം അതിൻ്റെ അർത്ഥം ഒന്ന് കണ്ടിട്ടത്. ഫെന്നാണ്, നമുക്കറിയാം. പിന്നെ അതേപോലെ പിന്നെ മെവ്രൺ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ എന്ന അർത്ഥം കണ്ടിട്ട് ഇമേജ് കാണാം നമുക്ക്. പിന്നെ എക്സ്പ്രഷൻ ഓഫ് സോറോ ആണ്, അതായത് നമ്മൾ സങ്കടം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അയർലൻഡ് ഐറിഷ് ഇതിൽ അവരുപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഏത്? മവ്രോൺ. അലാസ് എന്നൊക്കെ പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ്. കഷ്ടം എന്നൊക്കെ മലയാളത്തിൽ പകരം പറയുന്ന ഒരു പ്രയോഗമാണ് മവ്രോൺ. റെഡി അല്ലേ? റൗസ് എന്ന് പറഞ്ഞാൽ ഉണർത്തുക എന്നാണ്. ഫെൻ എന്ന് പറഞ്ഞാൽ യെല്ലോ ഫ്ലാറ്റ് വെറ്റ്ലാൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലത്തിനാണ് എന്തെന്ന് പറയാം? ഫെൻ എന്ന് പറയാം. റെഡി അല്ലേ? അപ്പോൾ ബാക്കി പാരഫ്രേസിങ് നമുക്ക് ചർച്ച ചെയ്തിട്ട് കാണാം. റൈറ്റ്, റോക്കി ലൈനാണ്, ഇതാണ്. പിന്നെ ഫെന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ചെയ്ത് നോക്കാം നമുക്ക്. റെഡി അല്ലേ? മെവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ്. എന്താ അത് കാണിക്കുന്നത്? നമ്മുടെ ഫാദർ ഹി വാസ് ഓവർകം ഓർ ഹി ഹാഡ് ഓവർകം വിത്ത് ഗ്രീഫ്. നമ്മൾ വന്നതാണത്. റെഡി അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? ഹി വാസ് വെരി സാഡ് ഓർ ഹി ഹാഡ് ഓവർകം വിത്ത് ഗ്രീഫ്. അദ്ദേഹത്തിന് ഭയങ്കര ഏതായി? സങ്കടമായി എന്നാണ് അത് കാണിക്കുകയാണത്. കഷ്ടം, അയാൾ മരിച്ചുപോയി. ആരായി അയാൾ? നമ്മൾ നേരത്തെ ആളെ വിളിക്കാൻ പറഞ്ഞാൽ പാവപ്പെട്ട ആളാണ്. വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. അദ്ദേഹത്തിന് എന്താ പണി? കസേരയിൽ ഉറങ്ങുകയായിരുന്നു. ഇപ്പം നേരെ പറഞ്ഞാൽ നിങ്ങൾ ദ മാൻ ഹാസ് ഡൈഡ് വെൻ ദ പ്രീസ്റ്റ് സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. അദ്ദേഹം കസേരയിൽ ഉറങ്ങിയപ്പം പാവപ്പെട്ട മരിച്ചുപോയി. ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ്. ഉറക്കിൽ നിന്ന് അദ്ദേഹത്തെ കുതിരയെ തട്ടി ഉണർത്തി അദ്ദേഹം. എന്നിട്ട് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. റോഡ്
വിതൗട്ട് എനി കെയർ എന്നതിനർത്ഥം ഒരു ശ്രദ്ധയില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ഓട്ടിച്ചു എന്നതിൻ്റെ അർത്ഥം. റോഡ് വിത്ത് ലിറ്റിൽ കെയർ മീൻസ് റോഡ് റെക്ലെസ്ലി, അതായത് ഒന്നും നോക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, ഓടിച്ചു എന്ന അർത്ഥം. അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം നോക്കാതെ അദ്ദേഹത്തെ എങ്ങനെ എത്രയും പെട്ടെന്ന് എവിടെ എത്തണം, പൂർമ്മേൻ്റെ അവിടെ നമ്മൾ നേരത്തെ ചർച്ച വന്നതല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ മരിക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കുക എന്നുള്ളത്, ലാസ്റ്റ് സാക്രമെൻ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്ത്, ഒന്നും ശ്രദ്ധിക്കാതെ മറ്റൊന്നും നോക്കാതെ എന്ത് ചെയ്തു, അദ്ദേഹം കുതിര ഓടിച്ചു പോയി. ഇതിലൂടെ അദ്ദേഹം പോയത് റോക്ക് നൗ ആസ് ഹി നെവർ റോഡ്, ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം സവാരി ചെയ്യാത്ത മാതിരി അപ്പം ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയും ബേജാറിൽ അദ്ദേഹം പോണത്. ബൈ റോക്കി ലെയിൻ, പാറക്കെട്ടുകൾ നിറഞ്ഞ ലെയിൻ എന്ന് പറഞ്ഞ ഇടവഴിയാണ്. അതിലൂടെ ആൻഡ് ഫെൻ നമ്മൾ പറഞ്ഞു ചതുപ്പാണ്. ദ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ, ആ സിക്മാൻ്റെ ഭാര്യ വാതിൽ തുറന്നു. ഫാദർ യു കം അഗെയിൻ, അച്ഛ നിങ്ങൾ പിന്നെയും വന്നോ എന്ന് ചോദിച്ചു. അതൊക്കെ ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട രീതിയിൽ പല ഭാഗങ്ങളും ഇതാ മെവ്രോൺ, അതുപോലെ തന്നെ പിന്നെ ഫാദർ യു കം അഗെയിൻ, ഇങ്ങനെ ചില ഒരു സംസാരിക്കുന്ന മാതിരി അല്ലെങ്കിൽ രണ്ടാമത്തേലാകുമ്പോൾ ചെറിയൊരു ഡയലോഗിൻ്റെ മാതിരി ആക്ഷനും ഇതേപോലുള്ളതൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ഡ്രമാറ്റിക് ആണെന്ന് പറയാൻ കാരണം. ക്ലിയർ ആണല്ലോ. നൗ ഡിയേഴ്സ്, ഫെന്ന്, റോക്കി ലൈന്, നൗ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് പാരഫ്രേസ് നോക്കിയാലോ. ദ പ്രീസ്റ്റ് ക്രൈഡ് ഔട്ട് ഇൻ ഗ്രീഫ്, മെവ്രോൺ ഫോർ നോട്ട് ഗോയിങ് ടു സിക്ക് മാൻസ് ബർത്ത് ടു പെർഫോം ദ ലാസ്റ്റ് റൈറ്റ്സ്. ക്ലിയർ ആണല്ലോ, അതൊക്കെ കിട്ടാത്തൊന്നുമില്ലല്ലോ, എഴുതിയെടുക്കണം കേട്ടോ. ഹി ഫെൽറ്റ് ദാറ്റ് ദ മാൻ മസ്റ്റ് ഹാവ് ഡൈഡ് വൈൽ ഹി ഹിംസെൽഫ് ഹാഡ് കണ്ടിന്യൂഡ് ടു സ്ലീപ്പ് ഇൻ ദ ചെയർ. He roused his horse out of his sleep and rode in a manner he had never done before. He rode by the rocky lane and marshy lands. The sick man's wife opened the door and asked in surprise, "Father, you have come again?" ക്ലിയർ ആണല്ലോ, നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. അതുകൊണ്ട് വിശദീകരിക്കണം, നിങ്ങൾക്ക് അറിയാം, അത് എഴുതിയെടുക്കണം കേട്ടോ. നൗ ഇത് എഴുതിയെടുക്കേണ്ട, കേട്ടാൽ മതി. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ഡോൺ ഹി വോക്ക് അപ്പ് ആൻഡ് റിയലൈസ് ദ മിസ്റ്റേക്ക്. രാവിലെ എണീറ്റ് തുറന്നപ്പോൾ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. ഷോക്ക്ഡ് അറ്റ് ഹിസ് ഫെയിലിയർ ടു പെർഫോം ഹിസ് ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ചെയ്യാനുള്ളതിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്താൽ എന്ത് ചെയ്തിട്ട്, ഞെട്ടിയിട്ട് ഹി റോഡ് ലെക്ലെസ്ലി ടു ദ ഹൗസ് ഓഫ് ദ ഡൈയിങ് മാൻ, മരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്നും നോക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, കുതിര ഓടിച്ചു പോയി. ഹി വാസ് റിസീവ്ഡ് ബൈ ദ ഡെഡ് മാൻസ് വീഡോ, അദ്ദേഹം അവരെ സ്വീകരിച്ചതാരാണ്, പിന്നെ ഡെഡ് മാൻ്റെ പിന്നെ വിധവയാണ്. ദ പ്രീസ്റ്റ് ക്രൈഡ് ഔട്ട് ഇൻ ഡിസ്മേഡ് ഗ്രീഫ് ഫോർ നോട്ട് ഗോയിങ് ടു ദ സിക്ക് മാൻസ് ബർത്ത് ടു പെർഫോം ദ ലാസ്റ്റ് റൈറ്റ്. അവസാനം കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ത്യകുദാശ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പോയത്. അപ്പോൾ സിക്ക് മാൻ്റെ വൈഫ് വീണ്ടും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. The sick man's wife was surprised to see the priest. Already her husband had received last sacrament from the priest. അവരുടെ അഭിപ്രായത്തിൽ പ്രീസ്റ്റിൻ്റെ അടുത്ത് നിന്ന് അവർക്കത് കിട്ടിയിട്ടുണ്ട്, ആ സാക്രമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം സന്തോഷത്തോടെ മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ വിഡോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്താ വന്നത് മനസ്സിലായില്ല. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്ത് അത് ക്ലിയർ ആയിട്ടൊന്നുകൂടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ്. മെവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ് എന്നതിൻ്റെ ആശയാണിത്. ദ പ്രീസ്റ്റ് എഴുതിയെടുക്കണേ. The priest cried out in dismayed grief for not going to the sick man's but to perform the last rites, and rode with little care, rode recklessly without caring for his safety. By rocky lane and fen shows that the setting of the poem is a countryside. അത് പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അലിട്രേഷനാണ് മെവ്രോൺ മാൻ മൂന്ന് സൗണ്ട്, ഹിസ് ഹോസ്, റെഡി അല്ലേ? അസ്നൻസ് ആണ് മെവ്രോൺ വിത്ത് ലിറ്റിൽ, ഇ എന്നുള്ള സൗണ്ട്, ഇത് ഒരേ സൗണ്ടാണ്. വിത്ത് ഇ എന്നുള്ള സൗണ്ടാണ്. റോഡ് റൈറ്റ്, ഓ എന്നുള്ള സൗണ്ടാണ്, ഒന്ന് തന്നെയാണ്. പിന്നെ റൈം വേർഡ്സ് ആണ് ചെ ഖെ ഫെൻ അഗെയിൻ. റൈം വേർഡ് സ്കീം നേരത്തെ മാതിരി തന്നെയാണ്, ABCB ആണ്. വിഷ്വൽ ഇമേജ് ആണ് റോക്കി ലൈനും ഫെന്നും, റോഡ് വിത്ത് ലിറ്റിൽ കെയറും. ഓഡിറ്ററി ഇമേജ് ആണ് മെവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ്. അതേപോലെ തന്നെ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ, പണ്ടത്തെ ഡോറാകുമ്പോൾ തുറക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാവും. ഫാദർ യു കം അഗെയിൻ അവർ പറയുന്നുണ്ട്, അതും ഏതാണ്, ഓഡിറ്ററി ഇമേജാണ്, എഴുതിയെടുക്കണം കേട്ടോ. റൈറ്റ്, അവസാനത്തെ രണ്ട് സ്റ്റാൻസകളാണ്, നല്ലോണം ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. ആൻഡ് ഈസ് ദ പൂർ മാൻ ഡെഡ്, ഹി ക്രൈഡ്, ഹി ഡൈഡ് ആൻ അവർ അഗോ. ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ് swayed to and fro. When you were gone, he turned and died as merry as a bird. The old priest Peter Gilligan, he knelt him at that word. Sway എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മൂവ് റിദ്മിക്കലി ബാക്ക്വാർഡ്സ് ആൻഡ് ഫോർവേഡ് എന്നാണ്. മുന്നോട്ടും പിന്നോട്ടോ അല്ലെങ്കിൽ സൈഡിലേക്കോ അങ്ങനെ
ചായുന്നതിനാണ്. ഇപ്പോൾ ഈ മതപരമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ മന്ത്രിക്കൊക്കെ ചെയ്യുമ്പോൾ ചില അങ്ങനെ ചെയ്യാറുണ്ട്. റെഡിയാണല്ലോ? പിന്നെ നമുക്ക് നോക്കിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയെന്ന് ഇവിടെ അർത്ഥമുള്ളൂ. ആൻഡ് ഈസ് ദ പുവർ മാൻ ഡെഡ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം മരിച്ചോളൂ. അപ്പം മറ്റേ ഇവർ എന്ത് അത്ഭുതത്തോട് ചോദിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. അല്ല, അദ്ദേഹം മരിച്ചോ എന്ന് ചോദിച്ചു അദ്ദേഹം സങ്കടത്തോടു കൂടി. ഹി ഡൈഡ് ആൻ അവർ എഗോ. എന്നാൽ അദ്ദേഹം മരിച്ചത് എപ്പോഴാണ് മരിച്ചത്? 1 മണിക്കൂർ മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞു. റെഡിയല്ലേ? ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ് സെയ്ഡ് ടു ആൻഡ് ഫ്രോ. ഹി സ്വെയ്ഡ് ഇൻ ഗ്രീഫ് ടു ആൻഡ് ഫ്രോ. അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി മുന്നോട്ടും പിന്നോട്ടും ആടി എന്നാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സങ്കടം കൊണ്ട് അത് ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത്രയും വല്ലാത്തൊരു സങ്കടമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? എൻ്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഒരു തലത്തിൽ രണ്ടാളും നരകത്ത് പോകും അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട്, ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ചിട്ട്. അതായത് അദ്ദേഹം ലാസ്റ്റ് സാക്രമെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മരിച്ച ആൾ നരകത്തിലാവും. അതേപോലെ തന്നെ അതിന് ഉത്തരവാദിയായ അച്ഛനും എന്തെയും നരകത്തിലാവും. റെഡിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഭയങ്കരമായ സങ്കടം അല്ലെങ്കിൽ വിഷമം അദ്ദേഹത്തിന് വന്നത്. വെൻ യു ആർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്. നിങ്ങൾ പോയപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് കിടന്നിട്ട് മരിച്ചു. ആസ് മെറി ആസ് എ ബേർഡ്. നല്ല ശ്രദ്ധിക്കണം, സിമിലിയാണ് കേട്ടോ. ഒരു പക്ഷിയെപ്പോലെ ഹാപ്പി ആയിട്ട്. ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഹി നൽറ്റ് ഹിം. അദ്ദേഹം വയസ്സായ പ്രായമായ നമ്മളെ ഗില്ലിഗൺ എന്ത് ചെയ്തു? വളരെ പിന്നെ വിനയത്തോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കേട്ടപ്പം മുട്ടുകുത്തി എന്ന അർത്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. റെഡിയല്ലേ? ഓക്കെ, ആൻഡ് പാരഫ്രേസിംഗ് ആണ്. ദി ഓൾഡ് പ്രീസ്റ്റ് ആസ്ക്ഡ് ഇഫ് ദ പുവർ മാൻ വാസ് ഡെഡ്. അദ്ദേഹം മരിച്ചോ എന്ന് ചോദിച്ചു. ദ വുമൻ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ഡൈഡ് ആൻ അവർ എഗോ. 1 മണിക്കൂർ മുമ്പ് മരിച്ചു എന്നൊക്കെ റെഡിയാണല്ലോ. ദി ഓൾഡ് പ്രീസ്റ്റ് ഔട്ട് ഓഫ് ഹിസ് ഗ്രീഫ് ആൻഡ് റിമോസ് ബിഗാൻ ഷോയിങ് സൈഡ് സൈഡ്. സങ്കടം കൊണ്ടും അതിൻ്റെ വിഷമം കൊണ്ടും അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ആടാൻ തുടങ്ങി. ദ സിക്ക് മാൻസ് വൈഫ് സെഡ് ദാറ്റ് ഹർ ഹസ്ബൻഡ് ഹാഡ് ഡൈഡ് എ പീസ്ഫുൾ ഡെത്ത്. അദ്ദേഹം പിന്നെ അവർ വിശദീകരിക്കുകയാണ്, ഭർത്താവ് മരിച്ച സമാധാനപരമായ ശാന്തമായൊരു മരണമാണ്. പ്രീസ്റ്റ് എന്ത് ചെയ്തതിന് ശേഷം, ആ വീട് പോയതിന് ശേഷം, രാത്രി വീട് വിട്ടു പോയതിന് ശേഷം എന്നാണ് പറഞ്ഞത്. പീറ്റർ ഗില്ലിഗൻ റിയലൈസ്ഡ് ഫ്രം വുമൻസ് വേർഡ്സ് വാട്ട് ഹാഡ് ആക്ച്വലി ഹാപ്പൻ. എന്താ ഉണ്ടായിട്ടുണ്ടാവാന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി ഇവർ പറഞ്ഞതിൽ നിന്ന്. ആൻഡ് ബൺ ഡൗൺ ടു ഇൻ റെവറൻസ് ടു ഗോഡ്. ദൈവത്തിനോടുള്ള ആദരവിൻ്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു? മുട്ടുകുത്തി എന്ന അർത്ഥം. ക്ലിയർ അല്ലേ? റൈറ്റ്? സിമിലിയാണ്. ആസ് മെറി ആസ് എ ബേർഡ്. ആസ് വെച്ച് പക്ഷിയെപ്പോലെ ഹാപ്പി, അങ്ങനെ പോലെ ആസും ലൈക്കും വെച്ച് വരുന്നത് നമുക്ക് വിശദമായിട്ടൊക്കെ പഠിച്ചു. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ടതില്ല, ഞങ്ങൾക്ക് അറിയാത്. അലിട്രേഷനാണ് പ്രീസ്റ്റ് പീറ്റർ വെന്നുവേർ. ഒക്കെ അറിയാലോ, ഒരേ സൗണ്ടാണ്. വിഷ്വൽ ഇമേജ് ആണ് ഗ്രീഫ് സ്വൈഡ് ടു ആൻഡ് ഫ്രോ. ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വെൽ. അതൊക്കെ നല്ലൊരു പിക്ചറായിട്ട് മനസ്സിൽ തോന്നുന്നു നിങ്ങൾക്ക്. ഓഡിറ്ററി ഇമേജ് ആണ് ആൻഡ് ഈസ് ദ പുവർ മാൻ ഡെഡ് ഹി ക്രൈഡ്. പിന്നെ റൈം വേർഡ്സ് എഗ്, ഫ്ര, ബേർഡ്, വേർഡ്. റൈം സ്കീം ABCB തന്നെയാണ്. ക്ലിയർ അല്ല മക്കൾ? ഈസി ആണല്ലോ, ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ദ സിക്ക് മാൻ ആഫ്റ്റർ, ഇത് എഴുതണ്ട കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. ദ സിക്ക് മാൻ ആഫ്റ്റർ റിസീവിംഗ് ദ ലാസ്റ്റ് റൈറ്റ്സ് ഡെഡ് ഹാപ്പിലി ആസ് മെറി ആസ് എ ബേർഡ്. ക്ലിയർ ആണല്ലോ? ദ പ്രീസ്റ്റ് വാസ് സോ ഹാർട്ട് ബ്രോക്കൺ ഫോർ ഫെയിലിംഗ് ഇൻ ഹിസ് റിലീജിയസ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു ദ സിക്ക് മാൻ. ക്ലിയർ ആണല്ലോ? അതൊക്കെ ബെൻ്റെ പ്രീസ്റ്റ് എക്സ്ട്രാ വിവരങ്ങൾ കിട്ടാനാണ് അതിപ്പോൾ തരുന്നത് കേട്ടോ. നിങ്ങൾ അതിൽ ആ ക്ലാസ്സിലുള്ള ഏത് അസൈൻമെൻ്റ് ആണ് ഏതിനും ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതൊക്കെ വീണ്ടും വീണ്ടും കുറേ റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഒരുപാട് നീണ്ടുപോകും, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അതുകൊണ്ടാണ് അത് ഉൾക്കൊള്ളിക്കാത്ത. നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. വെൻ ദ പ്രീസ്റ്റ് ഇൻക്വയർഡ് ഹർ ഇഫ് ദ സിക്ക് മാൻ വാസ് ഡെഡ്, she said to him that the sick man died cheerfully after the priest had left. The widow's word made Father Gilligan realize that the ever-merciful God had extended his helping hand to him. The priest was humbled at this and knelt and prayed. He realized that God the Divine had compassionately sent an angel to minister the last ritual to the dying man, so that both the sick man as well as the priest was saved from damnation. മനസ്സിലായിട്ടുണ്ടാവും, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ കുറച്ചൊരു അഡീഷണൽ വിവരങ്ങളാണ്. റെഡി അല്ലേ? നൗ ഇത് എഴുതിയെടുക്കണം, പഠിക്കും വേണം. While he was praying, the tired priest fell asleep by the side of the chair. അവിടെ മുതൽ നമുക്ക് ഇത് ചർച്ച ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇടയ്ക്ക് ക്ഷീണിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ഡോൺ ഹി വോക്ക് അപ്പ് ആൻഡ് റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. പിറ്റേന്ന് എണീറ്റപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഷോക്ക്ഡ് അറ്റ് ഹിസ് ഫെയിലിയർ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ഹി റോഡ് റെക്ലെസ്ലി ടു ദ ഹൗസ് ഓഫ് ദ സിക്ക് മാൻ. അറിയാലോ, ഉണർന്നപ്പം അദ്ദേഹത്തിന് ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നുള്ള വീഴ്ച അദ്ദേഹത്തിന് പിന്നെ ഞെട്ടലുണ്ടാക്കി. അദ്ദേഹം ഒന്നും നോക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? സിക്ക്മാൻ്റെ വീട്ടിലേക്ക് കുതിരയെ ഓടിച്ചു പോയി. വെൻ ദ പ്രീസ്റ്റ് ആസ്ക്ഡ് ഹിസ് വൈഫ് വെദർ ദ സിക്ക് മാൻ വാസ് ഡെഡ്, അദ്ദേഹം മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാര്യ പറഞ്ഞ എന്താ? ഷീ ടോൾഡ് ഹിം ദാറ്റ് ദ സിക്ക് മാൻ ഡൈഡ് ഹാപ്പിലി ആഫ്റ്റർ ദ പ്രീസ്റ്റ് ഡിപ്പാർച്ചർ. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. റെഡിയല്ലേ? ദ പ്രീസ്റ്റ് ഹംബിൾഡ് അറ്റ് ദിസ്
ആൻഡ് നെൽറ്റ് ആൻഡ് പ്രേഡ്. ഇതിൽ അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന് മനസ്സിലായി എന്താ ഉണ്ടായതെന്നുള്ളത്. നമുക്കടുത്ത ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം? ഒരു മുട്ടൂത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹം മനസ്സിലാക്കിയതാവാനാണ് സാധ്യത. ആണോ എന്നുള്ളത് നമുക്ക് അടുത്തതിൽ ഇപ്പം മനസ്സിലാക്കാം. പക്ഷെ ഇത് പറയുമ്പോഴേ അവിടെ കൃത്യത വരും. അതുകൊണ്ട് അതുകൊണ്ട് ചേർത്തത്. ഹി റിയലൈസ് ദാറ്റ് ഗോഡ് ഹാസ് സെൻഡ് ആൻ ഏഞ്ചൽ ടു മിനിസ്റ്റർ ദ ലാസ്റ്റ് റിച്വൽ ടു ദ ഡൈയിങ് മാൻ സോ ദാറ്റ് ബോത്ത് ദ സിക്ക് മാൻ ആസ് വെൽ ആസ് ദ പ്രീസ്റ്റ് വാസ് സേവ്ഡ് ഫ്രം ഡാമിനേഷൻ. ഓക്കെ അല്ലേ? റൈറ്റ്, യെസ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.